നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് LP UP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള കുറച്ച് ഭാഗങ്ങളാണ്. പാരമ്പര്യവും പര്യാവരണവും എന്ന മേഖലയിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ പാരമ്പര്യവും പര്യാവരണവും എന്ന മേഖലയാണ് നോക്കുന്നത്. അതായത് ഹെറിഡിറ്ററി എൻവയോൺമെൻറ്റ് എന്ന ഒരു മേഖലയാണ് നമ്മൾ നോക്കുന്നത്. ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെൻറ്റ് എന്നതാണ് മേഖല. അപ്പോൾ നമുക്ക് എന്താണ് പാരമ്പര്യവും പര്യാവരണവും എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ജനനം മുതൽ ഓരോ ഘട്ടത്തിലുമുള്ള വളർച്ചയുടെ സ്വഭാവം, പെരുമാറ്റ രീതി എന്നിവയുടെ പഠനമാണ് പാരമ്പര്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ജനനം മുതൽ ഓരോ ഘട്ടത്തിലുമുള്ള വളർച്ചയുടെ സ്വഭാവത്തിനെയാണ്, പെരുമാറ്റ രീതി എന്നിവയുടെ പഠനത്തിനെയാണ് നമ്മൾ പാരമ്പര്യ മനഃശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. പാരമ്പര്യത്തെക്കുറിച്ച് പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞനാണ് ഫ്രാൻസിസ് ഗാൾട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ പാരമ്പര്യത്തെക്കുറിച്ച് പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ്റെ പേരാണ് ഫ്രാൻസിസ് ഗാർട്ടനാണ്. പാരമ്പര്യത്തെക്കുറിച്ച് പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞനാണ് ഫ്രാൻസിസ് ഗാർട്ടൻ. രാഷ്ട്രതന്ത്രജ്ഞന്മാർ, മതനേതാക്കന്മാർ, കലാകാരന്മാർ, പണ്ഡിതന്മാർ എന്നിവരുൾപ്പെടുന്ന 1000-ലേറെ പ്രഗത്ഭരെക്കുറിച്ച് നടത്തിയ ഗവേഷണങ്ങളുടെ കണ്ടെത്തലുകൾ പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഹെറിഡിറ്ററി ജീനിയസ് എന്ന് പറയുന്ന പുസ്തകം. ഇതിൻ്റെ രചയിതാവാണ് ഫ്രാൻസിസ് ഗാൾട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാൻസിസ് ഗാൾട്ടൺ രചിച്ച പുസ്തകമാണ് ഹെറിഡിറ്ററി ജീനിയസ് എന്ന് പറയുന്ന പുസ്തകം. വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഘടകങ്ങളാണ് പാരമ്പര്യവും പര്യാവരണവും എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്ന സുപ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തെല്ലാമാണ്? പാരമ്പര്യവും പര്യാവരണവുമാണ് വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകങ്ങൾ. ജന്മസിദ്ധമായ എല്ലാ സ്വഭാവ സവിശേഷതകൾക്കും കാരണമായിട്ട് വിലയിരുത്തുന്നത് എന്താണ്? പാരമ്പര്യത്തിനെയാണ് വിലയിരുത്തുന്നത്. ജന്മസിദ്ധമായ എല്ലാ സ്വഭാവ സവിശേഷതകൾക്കും കാരണമായിട്ടുള്ളത് എന്താണ്? പാരമ്പര്യമാണ്. ഒരു വ്യക്തിക്ക് ആജീവനാന്തം ലഭിക്കുന്ന എല്ലാവിധ ഉദ്ദീപനങ്ങളും പര്യാവരണമാണ് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് ആജീവനാന്തം ലഭിക്കുന്ന എല്ലാവിധ ഉദ്ദീപനങ്ങളും പര്യാവരണമാണ് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം പാരമ്പര്യത്തിൻ്റെയും പര്യാവരണത്തിൻ്റെയും സംയുക്ത ഫലമാണ് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്നത് പാരമ്പര്യത്തിൻ്റെയും പര്യാവരണത്തിൻ്റെയും സംയുക്ത ഫലമായിട്ടാണ് കണക്കാക്കുന്നത്. ചില കാര്യങ്ങളിൽ പാരമ്പര്യം വികസനത്തെ നിയന്ത്രിക്കുമ്പോൾ മറ്റ് ചില കാര്യങ്ങളിൽ പര്യാവരണം വളർച്ചയെയും വികസനത്തെയും സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങളിൽ പാരമ്പര്യം വികസനത്തെ നിയന്ത്രിക്കുമ്പോൾ മറ്റ് ചില കാര്യങ്ങളിൽ പര്യാവരണം വളർച്ചയെയും വികസനത്തെയും സ്വാധീനിക്കുന്നുണ്ട്. ഓരോ വ്യക്തിത്വ സവിശേഷതകളുടെയും വികസനത്തിന് പാരമ്പര്യവും പരിസ്ഥിതിയും ആവശ്യമാണ് എന്നഭിപ്രായപ്പെട്ടത് ആൾട്ടൺ ബർഗാണ്. ഓരോ വ്യക്തിത്വ സവിശേഷതകളുടെയും വികസനത്തിന് പാരമ്പര്യവും പരിസ്ഥിതിയും അനിവാര്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആൾട്ടൺ ബർഗ് ആണ്. മെച്ചപ്പെട്ട പര്യാവരണം ഒരുക്കി കൊടുത്താൽ കുട്ടികളുടെ ബുദ്ധിമാനം അഥവാ IQ എന്ന് പറയുന്നത് ഉയർത്താൻ കഴിയും എന്നാണ് ഇദ്ദേഹം പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചത്. ആ തെളിയിച്ച വ്യക്തിയുടെ പേരാണ് വുഡ്സ്വർത്ത്. മെച്ചപ്പെട്ട പര്യാവരണം ഒരുക്കി കൊടുത്താൽ കുട്ടികളുടെ IQ അഥവാ ബുദ്ധിമാനം ഉയർത്താൻ കഴിയുമെന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ച വ്യക്തിയുടെ പേരാണ് വുഡ്സ്വർത്ത് എന്നാണ് പറയുന്നത്. ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രതിപ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യ ഘടകങ്ങളും പര്യാവരണം എന്നതിലാണ് ഉൾപ്പെടുന്നത്. ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രതിപ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യ ഘടകങ്ങളും പര്യാവരണം എന്നതിലാണ് ഉൾപ്പെടുന്നത് എന്നഭിപ്രായപ്പെട്ട വ്യക്തിയാണ് വുഡ്സ്വർത്ത്. വ്യക്തിത്വം ഈസിക്കൽ ടു പാരമ്പര്യം ഇൻറ്റു പര്യാവരണം എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. അതായത് പേഴ്സണാലിറ്റി ഈസിക്കൽ ടു ഹെറിഡിറ്ററി ആൻഡ് ഇൻറ്റു എൻവയോൺമെൻറ്റ് എന്നതാണ് ഈ സമവാക്യത്തിൻ്റെ അർത്ഥം. അറിവ് ഇന്ദ്രിയങ്ങൾ മൂലമാണ് ലഭിക്കുന്നതെന്ന ലോക്കിൻ്റെ തത്വം ആസ്പദമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസം പര്യാവരണത്തിൻ്റെ ഫലമാണെന്ന് വാദിച്ച ഫ്രഞ്ച് തത്വചിന്തകനാണ് ഹെർവീഷ്യസ് എന്നാണ് പേര്. അറിവ് ഇന്ദ്രിയങ്ങൾ മൂലമാണ് ലഭിക്കുന്നതെന്ന ലോക്കിൻ്റെ തത്വം ആസ്പദമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസം പര്യാവരണത്തിൻ്റെ ഫലമാണെന്ന് വാദിച്ച ഫ്രഞ്ച് തത്വചിന്തകൻ്റെ പേരാണ് ഹെർവീഷ്യസ്. വ്യക്തിവികാസത്തിൽ പാരമ്പര്യത്തിൻ്റെയും പരിസ്ഥിതിയുടെയും സ്വാധീനം എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലേ? വ്യക്തിവികാസത്തിൽ പാരമ്പര്യത്തിൻ്റെയും പരിസ്ഥിതിയുടെയും സ്വാധീനം എന്താണ്? ഒരു വ്യക്തിയുടെ പാരമ്പര്യം മാതാപിതാക്കളിൽ നിന്നും പിതാമഹന്മാരിൽ നിന്നും വംശത്തിൽ നിന്നും ആർജിച്ച എല്ലാ ഘടകങ്ങളെയും ശരീര സവിശേഷതകളെയും ധർമ്മങ്ങളെയും കഴിവുകളെയും ഉൾക്കൊള്ളുന്നു എന്ന് നിർവചിച്ചത് ഡഗ്ലസ് ആൻഡ് ഹാളണ്ട് ആണ്. ഒരു വ്യക്തിയുടെ പാരമ്പര്യം എന്നത് മാതാപിതാക്കളിൽ നിന്നും പിതാമഹന്മാരിൽ നിന്നും വംശത്തിൽ നിന്നും ആർജിച്ചതാണെന്നും എല്ലാ ഘടകങ്ങളെയും ശരീര സവിശേഷതകളെയും ധർമ്മങ്ങളെയും അത് ഉൾക്കൊള്ളുന്നു എന്നും വാദിച്ചതും പാരമ്പര്യത്തെ നിർവചിച്ചത് ഡഗ്ലസ് ആൻഡ് ഹാളണ്ട് ആണ്. ബുദ്ധിശക്തി, ലിംഗഭേദം, ഗ്രന്ഥികൾ, വംശം എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട 4 പാരമ്പര്യ ഘടകങ്ങളുള്ളത്. ബുദ്ധിശക്തി, ലിംഗഭേദം, ഗ്രന്ഥികൾ, വംശം എന്നിവയാണ് പ്രധാനപ്പെട്ട 4 പാരമ്പര്യ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രതിപ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യ ഘടകങ്ങളും പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നു എന്നാണ് വുഡ്സ്വർത്ത് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രതിപ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യ ഘടകങ്ങളും പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നു എന്നാണ് വുഡ്സ്വർത്ത് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. വായു, പ്രകാശം,
പോഷകാഹാരം, രോഗങ്ങളും പരിക്കുകളും സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ, കുടുംബ നിലവാരം, കുട്ടിയുടെ ജനനക്രമം എന്നിവയാണ് പ്രധാനപ്പെട്ട പരിസ്ഥിതി എന്ന് പറയുന്നത്. വായു, പ്രകാശം, പോഷകാഹാരം, രോഗങ്ങളും പരിക്കുകളും സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ, കുടുംബ നിലവാരം, കുട്ടിയുടെ ജനനക്രമം എന്നിവയാണ് പ്രധാന പരിതസ്ഥിതികൾ. ഇനി നമുക്ക് മെൻഡലിൻ്റെ പാരമ്പര്യ നിയമങ്ങളെക്കുറിച്ച് നോക്കാം. എന്താണ് മെൻഡലിൻ്റെ പാരമ്പര്യ നിയമങ്ങൾ? അല്ലേ, മെൻഡലിൻ്റെ പാരമ്പര്യ നിയമങ്ങൾ എന്തെല്ലാമാണ്? മെൻഡൽ 3 പാരമ്പര്യ നിയമങ്ങൾ ആവിഷ്കരിച്ച വ്യക്തിയാണ്. മെൻഡൽ 3 പാരമ്പര്യ നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ എന്താണ്? സമാനമായതിനെ ജനിപ്പിക്കുന്നു എന്ന നിയമം. അതായത് ലോ ഓഫ് ലൈക്ക് ബിഗെറ്റ്സ് ലൈക്ക്. സമാനമായതിനെ ജനിപ്പിക്കുന്നു എന്ന നിയമമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് വിചലന നിയമം എന്ന് പറയുന്നു. അതായത് ലോ ഓഫ് വേരിയേഷൻ എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലോ ഓഫ് വേരിയേഷൻ അഥവാ വിചലന നിയമം. മൂന്നാമത്തേത് പ്രത്യാവർത്തന നിയമം അഥവാ ലോ ഓഫ് റിഗ്രഷൻ എന്ന് പറയുന്നു. പ്രത്യാവർത്തന നിയമം എന്നത് ലോ ഓഫ് റിഗ്രഷൻ ആണ്, പ്രത്യാവർത്തന നിയമം. ഇനിയുള്ളത് ശിശുക്കൾ മാതാപിതാക്കളോട് സാദൃശ്യം പുലർത്തുന്ന പ്രവണതയാണ് അടുത്തത്. ശിശുക്കൾ മാതാപിതാക്കളോട് സാദൃശ്യം പുലർത്തുന്ന പ്രവണതയാണ് അടുത്തത്. അതായത് സമാനമായതിനെ ജനിപ്പിക്കുന്നു എന്ന നിയമമാണ് ഇവിടെയുള്ളത്. അപ്പോൾ സമാനമായതിനെ ജനിപ്പിക്കുന്നു എന്ന നിയമമാണ് ഇവിടെയുള്ളത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ബുദ്ധിശാലികളായ മാതാപിതാക്കൾക്ക് ബുദ്ധിശാലികളായ കുട്ടികളെയും മന്ദബുദ്ധികളായ മാതാപിതാക്കൾക്ക് മന്ദബുദ്ധികളായ കുട്ടികളെയും ജനിപ്പിക്കുവാനുള്ള പ്രവണതയാണ് ഈ സമാനമായതിനെ ജനിപ്പിക്കുന്നു എന്ന നിയമത്തിൽ പ്രതിപാദിക്കുന്നത്. ശിശുക്കൾ മാതാപിതാക്കളുടെ തനിപ്പകർപ്പാകുന്നില്ല എന്നതാണ് വിചലന നിയമം എന്ന് പറയുന്നത്, അഥവാ ലോ ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. അതായത് ശിശുക്കൾ മാതാപിതാക്കളുടെ തനിപ്പകർപ്പാകുന്നില്ല എന്ന് പറയുന്ന നിയമമാണ് വിചലന നിയമം എന്ന് പറയുന്നത്. അതായത് ബുദ്ധിശാലികളായ മാതാപിതാക്കൾക്ക് മന്ദബുദ്ധികളായ കുട്ടികളും മന്ദബുദ്ധികളായ മാതാപിതാക്കൾക്ക് ബുദ്ധിശാലികളായ കുട്ടികളും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതായത് ശിശുക്കൾ അഗ്രനിലവാരത്തിൽ നിന്ന് ശരാശരി നിലവാരം കാണിക്കുന്ന പ്രവണത എന്ന് പറയുന്നതാണ് ഏത്? പ്രത്യാവർത്തന നിയമം എന്ന് പറയുന്നത്. അല്ലേ, പ്രത്യാവർത്തന നിയമം എന്ന് പറയുന്നത്. അപ്പം ശിശുക്കൾ അഗ്രനിലവാരത്തിൽ നിന്ന് ശരാശരി നിലവാരം കാണിക്കുന്ന പ്രവണതയാണ് പ്രത്യാവർത്തന നിയമം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട്, ബുദ്ധിശാലികളായ മാതാപിതാക്കൾക്ക് താരതമ്യേന കുറഞ്ഞ ബുദ്ധിയുള്ള കുട്ടികളും മന്ദബുദ്ധികളായ മാതാപിതാക്കൾക്ക് താരതമ്യേന കൂടിയ ബുദ്ധിയുള്ള കുട്ടികളും ഉണ്ടാകുന്നു എന്നതാണ് ഈ പറയുന്ന അഗ്രനിലവാരം എന്ന് പറയുന്ന ആ നിലവാരത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അതായത് വ്യക്തിയെ സ്വാധീനിക്കുന്ന ഭൗതിക, രാസിക, ജൈവികമായ എല്ലാ പദാർത്ഥങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പ്രാകൃതിക പരിതസ്ഥിതി എന്ന് പറയുന്നത്. വ്യക്തിയെ സ്വാധീനിക്കുന്ന ഭൗതിക, രാസിക, ജൈവികമായ എല്ലാ പദാർത്ഥങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പ്രാകൃതിക പരിതസ്ഥിതി അഥവാ നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. പൈതൃകമായി ലഭിച്ച സംസ്കാരവും കുടുംബ സാഹചര്യങ്ങളും വർത്തമാന പ്രവണതകളും ഉൾക്കൊള്ളുന്നതാണ് സാമൂഹിക പരിസ്ഥിതി അഥവാ സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. പൈതൃകമായി ലഭിച്ച സംസ്കാരവും കുടുംബ സാഹചര്യങ്ങളും വർത്തമാന പ്രവണതകളും ഉൾക്കൊള്ളുന്നതാണ് സാമൂഹിക പരിസ്ഥിതി അഥവാ സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് അഭിക്ഷമതാ പരീക്ഷകൾ അഥവാ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ എന്താണെന്ന് നോക്കാം. അല്ലെ, എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ അഭിക്ഷമതാ പരീക്ഷ? ഒരു തൊഴിലോ മറ്റേതെങ്കിലും രംഗത്തോ വിജയിക്കാനുള്ള ഒരു ശക്തിയെ ആണ് നമ്മൾ അഭിക്ഷമത എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു തൊഴിലിലോ മറ്റേതെങ്കിലും രംഗത്തോ വിജയിക്കാനുള്ള ഒരു ശക്തിയാണ് അഭിക്ഷമത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതൊരു തൊഴിലിൽ ഏർപ്പെടുന്ന ആളുടെയും വിജയം ആ തൊഴിലിൽ അയാൾക്കുള്ള അഭിക്ഷമതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏതൊരു തൊഴിലിൽ ഏർപ്പെടുന്ന ആളുടെയും വിജയം എന്ന് പറയുന്നത് ആ തൊഴിലിൽ അയാൾക്കുള്ള അഭിക്ഷമതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. തൊഴിലിലോ മറ്റേതെങ്കിലും ജീവിതവൃത്തിയിലോ വിദ്യാഭ്യാസത്തിലോ വിജയിക്കുന്നതിനുള്ള പൊട്ടൻഷ്യാലിറ്റിയാണ് ഇത്. അതായത് തൊഴിലിലോ മറ്റേതെങ്കിലും ജീവിതവൃത്തിയിലോ വിദ്യാഭ്യാസത്തിലോ വിജയിക്കുന്നതിനുള്ള പൊട്ടൻഷ്യാലിറ്റിയാണ് ഇത്. ഒരു പ്രവർത്തനത്തിൻ്റെ പരിശീലന ഫലമായിട്ട് വിജയിക്കാനുള്ള സംഭവ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ അഭിക്ഷമത എന്ന് പറയുന്നത്. ഒരു പ്രവർത്തനത്തിൻ്റെ പരിശീലന ഫലമായി വിജയിക്കാനുള്ളൊരു സംഭവ്യതയുണ്ട്. അതിനെയാണ് അഭിക്ഷമത എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞത് ബെക്കിംഗ്ഹാമാണ് ഇപ്രകാരം പറഞ്ഞത്. അഭിക്ഷമതയെ പരിശീലന വിധേയത്വം, ട്രെയിനബിലിറ്റി എന്ന് ബേൺഹാർട്ടും വിജയപ്രതീക്ഷാ സൂചകമെന്ന് ആർതർ ജോൺസുമാണ് നിർവചിച്ചിരിക്കുന്നത്. അഭിക്ഷമതയെ പരിശീലന വിധേയത്വം അഥവാ ട്രെയിനബിലിറ്റി എന്ന് ബേൺഹാർട്ടും വിജയപ്രതീക്ഷാ സൂചകമെന്ന് ആർതർ ജോൺസുമാണ് നിർവചിച്ചിരിക്കുന്നത്. സാമാന്യ ബുദ്ധിശക്തിയിൽ നിന്ന് ഭിന്നവും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക രംഗത്ത് ആവശ്യം സാമർഥ്യമോ നേട്ടമോ കൈവരിക്കാൻ സഹായകവുമായ സവിശേഷ ശക്തി എന്നാണ് അഭിക്ഷമതയെ നിർവചിച്ചിരിക്കുന്നത്. സാമാന്യ ബുദ്ധിശക്തിയിൽ നിന്ന് ഭിന്നവും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക രംഗത്ത് ആവശ്യം സാമർഥ്യമോ നേട്ടമോ കൈവരിക്കാൻ സഹായകവുമായ സവിശേഷ ശക്തി എന്നാണ് അഭിക്ഷമതയെ നിർവചിച്ചിരിക്കുന്നത്. അനുകൂലമായ സാഹചര്യങ്ങൾ നൽകി കുട്ടികളിൽ അഭിക്ഷമത സൃഷ്ടിച്ച് പഠനത്തിൽ താൽപ്പര്യമുള്ളവരാക്കി മാറ്റുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അനുകൂലമായ സാഹചര്യങ്ങൾ നൽകിക്കൊണ്ട്
കുട്ടികളിൽ അഭിക്ഷമത സൃഷ്ടിച്ച് പഠനത്തിൽ താൽപ്പര്യമുള്ളവരാക്കി മാറ്റുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. വ്യക്തിക്ക് യോജിച്ച തൊഴിൽ തിരഞ്ഞെടുക്കാൻ അഭിക്ഷമത പരീക്ഷയും സിദ്ധി പരീക്ഷയും സഹായിക്കുന്നു. ഒരു വ്യക്തിക്ക് യോജിച്ച തൊഴിൽ തിരഞ്ഞെടുക്കുവാനായിട്ട് അഭിക്ഷമതാ പരീക്ഷയും സിദ്ധി പരീക്ഷയും സഹായിക്കുന്നു. ഭാവിയിലുണ്ടാകുന്ന നിർദ്ദിഷ്ട സിദ്ധിയിലേക്ക് നയിക്കുന്ന ശക്യത അഥവാ പൊട്ടൻഷ്യാലിറ്റി അളക്കുന്നതാണ് അഭിക്ഷമതാ പരീക്ഷകളെന്ന് പറയുന്നത്. ഭാവിയിലുണ്ടാകുന്ന നിർദ്ദിഷ്ട സിദ്ധിയിലേക്ക് നയിക്കുന്ന ശക്യത അഥവാ പൊട്ടൻഷ്യാലിറ്റി അളക്കുന്നതാണ് അഭിക്ഷമത പരീക്ഷകളെന്ന് പറയുന്നത്. ഇനി അഭിക്ഷമതാ മാപനമുണ്ട് അല്ല. അഭിക്ഷമതാ മാപനം എന്താണ്? അഭിക്ഷമതാ മാപനം അഭിക്ഷമതാ മാപനത്തിന് പൊതുവായി ഉപയോഗിക്കുന്ന രീതികളാണ് നിരീക്ഷണവും ശോധകവും എന്ന് പറയുന്നത്. അഭിക്ഷമതാ മാപനത്തിന് പൊതുവായി ഉപയോഗിക്കുന്ന രീതികളാണ് നിരീക്ഷണവും ശോധകവും എന്ന് പറയുന്നത്. അഭിക്ഷമതാ പരീക്ഷയെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അഭിക്ഷമതാ പരീക്ഷയെ പ്രധാനമായിട്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് വിശേഷാഭിക്ഷമതാ പരീക്ഷകൾ അഥവാ സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ SAT എന്ന് പറയുന്നതാണ്. സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, വിശേഷാഭിക്ഷമതാ പരീക്ഷകൾ. അടുത്തത് വിഭേദകാഭിക്ഷമതാ ശോധകം എന്ന് പറയുന്നു. വിഭേദകാഭിക്ഷമതാ ശോധകം അഥവാ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് DAT എന്ന് പറയുന്നു. വിശേഷഭാഭിക്ഷമതാ പരീക്ഷകൾ സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വിഭേദകാഭിക്ഷമതാ ശോധകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് വിശേഷഭാഭിക്ഷമതാ പരീക്ഷകൾ എന്താണെന്ന് നോക്കാം അല്ലെ. സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ്? വിശേഷകാഭിക്ഷമതാ പരീക്ഷകൾ സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഒരു പ്രത്യേക അഭിക്ഷമത വ്യക്തിയിൽ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തുന്നതിനുള്ള ശോധകമാണ് ഇത് അല്ലേ. ഒരു പ്രത്യേക അഭിക്ഷമത ഒരു വ്യക്തിയിൽ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്തുന്നതിനുള്ള ശോധകങ്ങളാണ് ഇത് എന്ന് പറയുന്നത്. ഇപ്പോൾ സവിശേഷമായ ഒരു തൊഴിലിന് ഏതെല്ലാം തരത്തിലുള്ള അഭിക്ഷമതകൾ ആവശ്യമാണോ അവയുടെ മാപനത്തിന് അനുയോജ്യമായ തന്ത്രങ്ങളും ഉപാധികളുമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. അതായത് സവിശേഷമായ ഒരു തൊഴിലിന് ഏതെല്ലാം തരത്തിലുള്ള അഭിക്ഷമതകൾ ആവശ്യമാണോ അവയുടെ മാപനത്തിന് അനുയോജ്യമായ തന്ത്രങ്ങളും ഉപാധികളുമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ജിനസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ശോധകം എന്ന് പറയുന്നതാണ് അടുത്ത ശോധകം. അതായത് ജിനസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ശോധകം, മിന്നസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിനുള്ള ശോധകങ്ങളാണ് ഇവ. ഏതെങ്കിലും ഒരു രൂപം ഏതാനും കഷണങ്ങളാക്കി നൽകിക്കൊണ്ട് അവ ഉചിതമായ രീതിയിൽ ചേർത്ത് വെച്ച് ആ രൂപം പൂർത്തീകരിക്കാനാവുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന രീതിയാണ് ഇത്. മിന്നസോട്ട മാനുവൽ ഡെക്സ്റ്ററിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിനുള്ള ശോധകങ്ങളാണ് ഇവ. ഏതെങ്കിലും ഒരു രൂപം ഏതാനും കഷണങ്ങളാക്കി നൽകിക്കൊണ്ട് അവ ഉചിതമായ രീതിയിൽ ചേർത്ത് വെച്ച് ആ രൂപം പൂർത്തീകരിക്കാനാവുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു എന്നതാണ് ഇത്. ഫിംഗർ ഡെക്സ്റ്ററിറ്റി ടെസ്റ്റാണ് നമ്മൾ നോക്കുന്ന അടുത്ത ഘടകം എന്ന് പറയുന്നത്. ഫിംഗർ ഡെക്സ്റ്ററിറ്റി ടെസ്റ്റ് എന്താണ്? ഫിംഗർ ഡെക്സ്റ്ററിറ്റി ടെസ്റ്റ് എന്ന് നോക്കാം. വസ്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് ഇത്. മണിബന്ധവും വിരലുകളും കൈയും ഭുജവും തമ്മിലുള്ള ഒത്തിണക്കം എന്നിവ അളക്കുകയാണ് ഇത്. അതായത് വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവാണ് ഇത്. മണിബന്ധവും വിരലുകളും കൈയും ഭുജവും തമ്മിലുള്ള ഒത്തിണക്കം എന്നിവ അളക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ചെറിയ തുളയുള്ള ഒരു ബോർഡിൽ ചെറിയ പിന്നുകൾ നിരത്തിവയ്ക്കാനും തിരിച്ചെടുക്കാനുമുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ നൽകുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ വേഗത വിലയിരുത്തിക്കൊണ്ട് കണ്ണ്, കൈ എന്നിവയുടെ ഒത്തിണക്കം വിലയിരുത്തുന്നു. ഒരു വ്യക്തിയുടെ വിരൽ വേഗം എത്രത്തോളം ഉണ്ട് എന്നറിയുന്നതിനാണ് ഫിംഗർ ഡെക്സ്റ്ററിറ്റി ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫിംഗർ ഡെക്സ്റ്ററിറ്റി ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിയുടെ വിരൽ വേഗം എത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്തത് യാന്ത്രിക അഭിക്ഷമതാ ശോധകമാണ്. അതായത് മെക്കാനിക്കൽ ഡെക്സ്റ്ററിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നതാണ് യാന്ത്രിക അഭിക്ഷമതാ ശോധകം എന്ന് പറയുന്നത്. യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുക, അവയെക്കുറിച്ച് ധാരണകൾ രൂപപ്പെടുത്തുക, പ്രവർത്തന രീതി മനസ്സിലാക്കുക തുടങ്ങിയ കഴിവുകൾ വിലയിരുത്തുന്നതിനുള്ള ഒരു ശോധകമാണ് ഇത്. അപ്പോൾ യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുക, അവയെക്കുറിച്ച് ധാരണകൾ രൂപപ്പെടുത്തുക, പ്രവർത്തന രീതി മനസ്സിലാക്കുക തുടങ്ങിയ കഴിവുകൾ വിലയിരുത്തുന്നതിനുള്ള ഒരു ശോധകമാണ് ഇത്. യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിലെ വേഗതയും പ്രയോഗിക്കുന്നതിലെ കൃത്യതയും അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചുമുള്ള ധാരണ എന്നിവ വിലയിരുത്തിയാണ് യാന്ത്രിക അഭിക്ഷമത അളക്കുന്നത്. യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിലെ വേഗതയും പ്രയോഗിക്കുന്നതിലെ കൃത്യതയും അതിലെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള ധാരണയും വിലയിരുത്തിയാണ് യാന്ത്രിക അഭിക്ഷമത അളക്കുന്നത്. ഇതിനായി പ്രാക്ടിക്കലും എഴുത്തു പരീക്ഷയും നടത്തുന്നുണ്ട്. അടുത്തത് ക്ലറിക്കൽ അഭിക്ഷമതാ പരിശോധകം എന്ന് പറയുന്നതാണ്. ക്ലറിക്കൽ അഭിക്ഷമതാ പരിശോധകം അഥവാ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒരു ക്ലർക്കിന് ആവശ്യമുണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്? സൂക്ഷ്മത, കൃത്യത എന്നിവയാണ്. ഒരു ക്ലർക്കിന് ആവശ്യമുണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങളാണ് സൂക്ഷ്മത, കൃത്യത എന്നിവ. ഈ കഴിവുകൾ പരിശോധിക്കുന്ന തരത്തിലുള്ള ശോധകങ്ങളാണ് ഇവ. ക്ലറിക്കൽ അഭിക്ഷമത പരിശോധിക്കുന്നതിന് ഇന്ന് വിവിധ തരത്തിലുള്ള ശോധകങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ട് അല്ലേ. ക്ലറിക്കൽ അഭിക്ഷമത പരിശോധിക്കുന്നതിന് ഇന്ന് വിവിധ തരത്തിലുള്ള ശോധകങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ട്.
അടുത്തത് സംഗീതാഭിക്ഷമതാ ശോധകമാണ് നമ്മൾ നോക്കുന്നത്. അല്ല, സംഗീത അഭിക്ഷമതാ ശോധകം അഥവാ മ്യൂസിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. മ്യൂസിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സംഗീത അഭിക്ഷമതാ ശോധകം എന്നാണ് പറയുന്നത്. അപ്പോൾ സംഗീതത്തിലെ താളം, ശ്രുതി, സ്വരം തുടങ്ങിയവയിലുള്ള കഴിവുകളും ധാരണകളും പരിശോധിക്കുന്നത്. അല്ല, സംഗീതത്തിലെ താളം, ശ്രുതി, സ്വരം തുടങ്ങിയവയിലുള്ള കഴിവുകളും ധാരണകളും ഒക്കെ പരിശോധിക്കുന്നത് സംഗീത അഭിക്ഷമതാ ശോധകമാണ്. അടുത്തത് വിഭേദകാഭിക്ഷമതാ പരീക്ഷകൾ എന്ന് പറയുന്നതാണ്. അതായത് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും. അല്ലെ, വിഭേദക അഭിക്ഷമതാ പരീക്ഷകൾ അഥവാ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് DAT എന്ന് പറയും. ഒരു വ്യക്തിയുടെ പ്രത്യേക മേഖലയിലെ അഭിക്ഷമതയുടെ തോത് എന്ത് എന്ന് കണ്ടെത്തുവാൻ മാത്രമേ സ്പെഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉപകരിക്കുകയുള്ളൂ. SAT ഉപയോഗിച്ച് വ്യക്തിക്ക് ഏത് മേഖലയിലാണ് അഭിക്ഷമത ഉള്ളത് എന്ന് കണ്ടെത്തുക സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. SAT ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ഏത് മേഖലയിലാണ് അഭിക്ഷമതയുള്ളതെന്ന് കണ്ടെത്തുക സാധ്യമല്ല. ഇതിനായി വ്യത്യസ്തങ്ങളായ അഭിക്ഷമതകൾ മാപനം ചെയ്യാൻ ഉപകരിക്കുന്ന ശോധക ഇനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന വൈവിധ്യ മാതൃകകളെയാണ് നമ്മൾ DAT എന്ന് വിശേഷിപ്പിക്കുന്നത്. DAT അഥവാ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അമേരിക്കൻ സൈക്കോളജിക്കൽ കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത മാതൃകയിലുള്ള അഭിക്ഷമതാ മാപന രീതിയിൽ പഠിതാവിൻ്റെ 8 ശേഷികൾ വിലയിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള വ്യത്യസ്തങ്ങളായ 8 ശോധകങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കൻ സൈക്കോളജിക്കൽ കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത മാതൃകയിലുള്ള അഭിക്ഷമതാ മാപന രീതിയിൽ പഠിതാവിൻ്റെ 8 ശേഷികൾ വിലയിരുത്തുന്നതിനാവശ്യമായ വ്യത്യസ്തങ്ങളായ 8 ശോധകങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്നാണ് ഭാഷായുക്തി ചിന്തനം അഥവാ വെർബൽ റീസണിംഗ് എന്ന് പറയുന്നത്. അടുത്തത് സാംഖിക ശേഷി അഥവാ ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തേത് അമൂർത്തയുക്തി ചിന്തനം അഥവാ അബ്സ്ട്രാക്റ്റ് റീസണിംഗ് എന്ന് പറയുന്നത്. നാലാമത്തേത് സ്ഥലപരിമിതി ബന്ധങ്ങൾ അഥവാ സ്പേസ് റിലേഷൻസ് എന്ന് പറയുന്നത്. അഞ്ചാമത്തേത് യാന്ത്രിക യുക്തിചിന്തനം അഥവാ മെക്കാനിക്കൽ റീസണിംഗ് എന്ന് പറയുന്നത്. ആറാമത്തെ ക്ലറിക്കൽ വേഗതയും കൃത്യതയുമാണ്, അതായത് ക്ലറിക്കൽ സ്പീഡ് ആൻഡ് ആക്യുറസി എന്നാണ് പറയുന്നത്. ഏഴാമത്തേത് ഭാഷാപ്രയോഗം അക്ഷരകൃത്യത അഥവാ ഭാഷാപ്രയോഗവും അക്ഷരകൃത്യയും ലാംഗ്വേജ് യൂസേജ് ആൻഡ് സ്പെല്ലിംഗ് എന്നാണ് അതിന് പറയുന്നത്. എട്ടാമത്തത് ഭാഷാപ്രയോഗം വ്യാകരണം അഥവാ ലാംഗ്വേജ് യൂസേജ് ആൻഡ് ഗ്രാമർ എന്നാണ് പറയുന്നത്. അക്കാദമിക് വിജയം പ്രവചിക്കുന്നതിൽ ഈ ശോധകം വളരെ ഫലപ്രദമാണ് എന്നാണ് മിക്ക വിദ്യാഭ്യാസ വിചക്ഷണന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും സെക്കൻഡറി തലത്തിലെ പഠിതാക്കൾക്ക് വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ നിർദ്ദേശം നൽകാനായിട്ട് ഇത് ഏറെ പര്യാപ്തമാണ് എന്നാണ് പറയപ്പെടുന്നത്. അഭിക്ഷമതാ പരീക്ഷകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, അഭിക്ഷമതാ പരീക്ഷകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? ജോലിക്ക് അനുയോജ്യരായവരെ തിരഞ്ഞെടുക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തേത്. അപ്പോൾ ജോലിക്ക് അനുയോജ്യരായവരെ തിരഞ്ഞെടുക്കുവാനായിട്ട് സഹായിക്കുന്നു. തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അനുയോജ്യരായ കുട്ടികളെ തിരഞ്ഞെടുക്കാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ മാർഗനിർദ്ദേശവും വിദഗ്ധ ഉപദേശവും നൽകാനായിട്ട് സഹായിക്കുന്നു. എന്നിവയാണ് അഭിക്ഷമതാ പരീക്ഷകൾ കൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രയോജനങ്ങളെന്ന് പറയുന്നത്. ഇനി എന്താണ് അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തി പകരുന്ന ഊർജ്ജമാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തി പകരുന്ന ഊർജ്ജമാണ് അഭിപ്രേരണ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മോട്ടിവേഷൻ എന്നൊരു പദമുണ്ട്. അത് രൂപം കൊണ്ടിരിക്കുന്നത് മോട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. അപ്പോൾ മോട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് മോട്ടിവേഷൻ എന്ന പദം എന്ന് പറയുന്നത്. മനുഷ്യ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വ്യക്തിയെ സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്നൊരു പ്രക്രിയയാണ് അഭിപ്രേരണ എന്ന് പറഞ്ഞിരിക്കുന്നത് ബൂട്ട്സിനാണ്. മനുഷ്യ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വ്യക്തിയെ സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അഭിപ്രേരണ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ബൂട്ട്സിൻ. പ്രവർത്തനം തുടങ്ങാനും നിലനിർത്താനുമുള്ള പ്രവണത വളർത്തുന്ന പ്രത്യേക ആന്തരിക ഘടകമാണ് അഭിപ്രേരണ എന്ന പേരിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഗിൽഫോർഡാണ്. പ്രവർത്തനം തുടങ്ങാനും നിലനിർത്താനുമുള്ള പ്രവണത വളർത്തുന്ന പ്രത്യേക ആന്തരിക ഘടകമാണ് അഭിപ്രേരണ എന്ന അഭിപ്രായമുള്ളത് ഗിൽഫോർഡിനാണ്. തുടക്കത്തിൽ പ്രേരണ ജനിപ്പിക്കുന്ന ഒരാവശ്യം ഉണ്ടാകുകയും ഈ പ്രേരണ പിരിമുറുക്കമുണ്ടാക്കുകയും അതിൻ്റെ ലഘൂകരണത്തിനായിട്ട് പ്രയത്നിക്കാൻ ജീവിയിൽ അഭിപ്രേരണ വളർത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഒരു പ്രേരണ ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു ആവശ്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രേരണ പിരിമുറുക്കമുണ്ടാക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ ലഘൂകരണത്തിനായിട്ട് പ്രയത്നിക്കാനായിട്ട് ജീവിയിൽ ഒരു അഭിപ്രേരണ വളർന്നു വരികയും ചെയ്യുന്നു. ഇങ്ങനെ ജീവിയുടെ വ്യവഹാരം ലക്ഷ്യോന്മുഖമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അന്തിമഘട്ടത്തിൽ ജീവി ലക്ഷ്യത്തിലേക്ക് എത്തുകയും ആവശ്യം തൃപ്തമാവുകയും പ്രേരണയുടെ ശക്തി അവസാനിക്കുകയുമാണ് ചെയ്യുന്നത്. അഭിപ്രേരണയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അഭിരുചി, സഹകരണം, ഉൾപ്രേരണ, പരാജയഭീതി, മത്സരം, പുരോഗതിയെക്കുറിച്ചുള്ള അറിവ്. അഭിപ്രേരണയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് അഭിരുചി, സഹകരണം, ഉൾപ്രേരണ, പരാജയഭീതി, മത്സരം, പുരോഗതിയെക്കുറിച്ചുള്ള അറിവ് മുതലായവ. അഭിപ്രേരണ ഉളവാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? സമ്മാനം, പ്രശംസ,
അംഗീകാരം എന്നിവയാണ് അഭിപ്രേരണ ഉളവാക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് പറയുന്നത്. അഭിപ്രേരണ രണ്ട് വിധത്തിൽ സംഭവിക്കാറുണ്ട്. ഒന്ന് ആന്തരിക അഭിപ്രേരണ അഥവാ ഇൻട്രൻസിക് മോട്ടിവേഷൻ. ആന്തരിക അഭിപ്രേരണയാണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ. രണ്ടാമത്തേതാണ് ബാഹ്യ അഭിപ്രേരണ അഥവാ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും അഭിപ്രേരണ രണ്ട് തരത്തിൽ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതാണ്. ബാഹ്യമായ പ്രേരണ കൂടാതെ ഉള്ളിൽ നിന്നും സ്വയം ഉണ്ടാകുന്ന അഭിപ്രേരണയാണ് ആന്തരിക അഭിപ്രേരണ എന്ന് പറയുന്നത്. ഇപ്പോൾ ബാഹ്യമായ പ്രേരണ കൂടാതെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന അഭിപ്രേരണയാണ് ആന്തരിക അഭിപ്രേരണ. പ്രകൃതിദത്തമായ അഭിപ്രേരണ എന്ന പേരിലും ആന്തരിക അഭിപ്രേരണ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രകൃതിദത്തമായ അഭിപ്രേരണ എന്ന പേരിലും ആന്തരിക അഭിപ്രേരണ അറിയപ്പെടുന്നുണ്ട്. ബാഹ്യമായ പ്രേരണ കൂടാതെ ഉള്ളിൽ നിന്നും സ്വയം ഉണ്ടാകുന്ന അഭിപ്രേരണയാണ് ആന്തരിക അഭിപ്രേരണ. പ്രകൃതിദത്തമായ അഭിപ്രേരണ എന്ന പേരിലും ഈ അഭിപ്രേരണ അറിയപ്പെടുന്നുണ്ട്. ഒരു വ്യക്തിയിൽ സ്വാഭാവികമായുള്ള ആകാംക്ഷയെയും പ്രേരണയെയും ആശ്രയിച്ചിരിക്കുന്ന അഭിപ്രേരണയാണ് ആന്തരിക അഭിപ്രേരണ. ഒരു വ്യക്തിയിൽ സ്വാഭാവികമായുള്ള ആകാംക്ഷയെയും പ്രേരണയെയും ആശ്രയിച്ചിരിക്കുന്ന അഭിപ്രേരണയാണ് ആന്തരിക അഭിപ്രേരണ. ആന്തരിക അഭിപ്രേരണയ്ക്ക് അടിസ്ഥാനം നൈസർഗിക വാസനയാണ്. ആന്തരിക അഭിപ്രേരണയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് നൈസർഗിക വാസനയാണ്. ഒരാളുടെ പ്രവൃത്തി ബാഹ്യമായ സമ്മാനങ്ങളാലോ നേട്ടങ്ങളാലോ അംഗീകാരങ്ങളാലോ പ്രേരിതമാകുമ്പോൾ അതിനെ ബാഹ്യ അഭിപ്രേരണ എന്നാണ് പറയുന്നത്. ഒരാളുടെ പ്രവൃത്തി ബാഹ്യമായ സമ്മാനങ്ങളാലോ നേട്ടങ്ങളാലോ അംഗീകാരങ്ങളാലോ പ്രേരിതമാകുമ്പോൾ അതിനെയാണ് നമ്മൾ ബാഹ്യമായ അഭിപ്രേരണ എന്ന് പറയുന്നത്. ബാഹ്യ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രേരണയാണ് ബാഹ്യ അഭിപ്രേരണ എന്ന് പറയുന്നത്. അപ്പോൾ ബാഹ്യ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രേരണയാണ് ബാഹ്യ അഭിപ്രേരണ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ നേടാനുള്ള അഭിപ്രേരണയുണ്ട്, അതാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നേടാനുള്ള അഭിപ്രേരണ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നു അല്ലേ. ഈ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയുടെ പേരാണ് മക് ക്ലൈൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നേടാനുള്ള അഭിപ്രേരണ അതായത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന ഒരു സിദ്ധാന്തമുണ്ട്. ഇത് ആവിഷ്കരിച്ച വ്യക്തിയുടെ പേരാണ് മക് ക്ലൈലൻഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒരു കാര്യം അഥവാ ലക്ഷ്യം നേടുന്നതിൽ ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന അഭിപ്രേരണയാണ് നേടാനുള്ള അഭിപ്രേരണ എന്ന് പറയുന്നത്. ഒരു കാര്യം അഥവാ ലക്ഷ്യം നേടുന്നതിൽ ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന അഭിപ്രേരണയാണ് നേടാനുള്ള അഭിപ്രേരണ അഥവാ ലക്ഷ്യം നേടാനുള്ള അഭിവാഞ്ച കൂടുന്തോറും അഭിപ്രേരണയും കൂടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നേടാനുള്ള അഭിവാഞ്ച കൂടുന്തോറും അഭിപ്രേരണയും കൂടുന്നു എന്നാണ് പറയുന്നത്. വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് പോകുന്തോറും അഭിപ്രേരണയുടെ തോതിലും വ്യത്യാസമുണ്ടാകുന്നുണ്ട് അല്ലെ. വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് പോകുന്തോറും അഭിപ്രേരണയുടെ തോതിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്ക് പോകുന്തോറും അഭിപ്രേരണയുടെ തോതിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. പരാജയം, ഭീതി മുതലായവ ഒഴിവാക്കാനുള്ള ആഗ്രഹമാണ് വിജയങ്ങൾ ആർജിക്കാനുള്ള പ്രേരണയേക്കാൾ മുന്നിലെങ്കിൽ അത്തരം പ്രേരണ അറിയപ്പെടുന്നതാണ് ഒഴിവാക്കാനുള്ള അഭിപ്രേരണ എന്ന് പറയുന്നത്. പരാജയം, ഭീതി മുതലായവ ഒഴിവാക്കാനുള്ള ആഗ്രഹമാണ് വിജയങ്ങൾ ആർജിക്കാനുള്ള പ്രേരണയെങ്കിൽ അത്തരത്തിലുള്ള ആ പ്രേരണ അതിനെയാണ് നമ്മൾ ഒഴിവാക്കാനുള്ള അഭിപ്രേരണ എന്ന് പറയുന്നത്. പരാജയം, ഭീതി മുതലായവ ഒഴിവാക്കാനുള്ള ആഗ്രഹമാണ് വിജയങ്ങൾ ആർജിക്കാനുള്ള പ്രേരണയേക്കാൾ മുന്നിലെങ്കിൽ അത്തരം പ്രേരണയാണ് ഒഴിവാക്കാനുള്ള അഭിപ്രേരണ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സമായോജന ക്രിയാതന്ത്രങ്ങൾ. എന്താണ് സമായോജന ക്രിയാതന്ത്രങ്ങൾ എന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം സമായോജനം എന്താണെന്നറിയണം, അഥവാ അഡ്ജസ്റ്റ്മെൻറ്റ്. സമായോജനം അഥവാ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത് അല്ലേ. സമായോജനം അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരു വ്യക്തി തൻ്റെ ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കുന്നതിനും അവയോട് തൃപ്തികരമായി പ്രതികരിക്കുന്നതിനും തൻ്റെ പ്രകൃതപരവും സാമൂഹികവുമായ പരിസ്ഥിതിക്കൊത്ത് മുഖ്യ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സ്വീകരിക്കുന്ന പെരുമാറ്റ സവിശേഷതകളെയാണ് നമ്മൾ സമായോജനം അഥവാ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി തൻ്റെ ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കുന്നതിനും അവയോട് തൃപ്തികരമായി പ്രതികരിക്കുന്നതിനും തൻ്റെ പ്രകൃതപരവും സാമൂഹികവുമായ പരിസ്ഥിതിക്കൊത്ത് മുഖ്യ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സ്വീകരിക്കുന്ന പെരുമാറ്റ സവിശേഷതകളെയാണ് നമ്മൾ സമായോജനം അഥവാ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. സ്വന്തം പരിസ്ഥിതിയും സമൂഹവുമായി ഇണങ്ങിച്ചേരാൻ വേണ്ടി വ്യക്തി സ്വന്തം വ്യവഹാരത്തെ പരിവർത്തനം ചെയ്യാൻ സഹായിക്കുന്നതാണ് സമായോജനം എന്ന് പറയുന്നത്. സ്വന്തം പരിസ്ഥിതിയും സമൂഹവുമായി ഇണങ്ങിച്ചേരാൻ വേണ്ടി വ്യക്തി സ്വന്തം വ്യവഹാരത്തെ പരിവർത്തനം ചെയ്യാൻ സഹായിക്കുന്നതാണ് സമായോജനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ തുടരുന്ന ഒരു നിരന്തര പ്രക്രിയയാണ് സമായോജനം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ തുടരുന്ന ഒരു നിരന്തര പ്രക്രിയയാണ് സമായോജനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നല്ല രീതിയിൽ സമായോജനം ചെയ്യാൻ കഴിയുന്ന വ്യക്തിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. നല്ല രീതിയിൽ സമായോജനം ചെയ്യാൻ കഴിയുന്ന വ്യക്തിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? സ്വന്തം ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം അല്ലെ. സ്വന്തം ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം.
അതേപോലെ സ്വയം ബഹുമാനിക്കുന്നതിനും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിനുമുള്ള കഴിവുണ്ടായിരിക്കണം. സ്വയം ബഹുമാനിക്കുന്നതിനും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിനുമുള്ള കഴിവ് ഉണ്ടായിരിക്കണം. സ്വയം ബഹുമാനിക്കുന്നതിനും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിനുമുള്ള കഴിവ് ഇവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ പെരുമാറ്റങ്ങളിലുള്ള അയവ് പ്രധാനപ്പെട്ടതാണ്. ഫ്ലെക്സിബിലിറ്റി എന്നാണ് ഇതറിയപ്പെടുന്നത്, അല്ലേ? പെരുമാറ്റങ്ങളിലുള്ള അയവ് അറിയപ്പെടുന്നത് ഫ്ലെക്സിബിലിറ്റി എന്നാണ്. പ്രതികൂല സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള കഴിവ്, അല്ലെ? പ്രതികൂല സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിവുണ്ടായിരിക്കണം. യാഥാർത്ഥ്യബോധത്തിൽ അധിഷ്ഠിതമായ ലോകവീക്ഷണമുണ്ടായിരിക്കണം. യാഥാർത്ഥ്യബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ലോകവീക്ഷണം, ചുറ്റുപാടുകളുമായിട്ട് ഇണങ്ങിച്ചേരാനുള്ള കഴിവ്, മറ്റുള്ളവരിൽ നന്മ കണ്ടെത്താനുള്ള കഴിവ്, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട സമായോജന രീതിയിൽ നമ്മൾ കാണപ്പെടുന്ന ആ ഒരു സവിശേഷതകളെന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട സമായോജന സവിശേഷതകൾ ഈ പറഞ്ഞവയാണ്. ഇനി പ്രധാനപ്പെട്ട സമായോജന തന്ത്രങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം, അല്ലേ? പ്രധാനപ്പെട്ട സമായോജന തന്ത്രങ്ങൾ എന്തെല്ലാമാണ്? പ്രധാനപ്പെട്ട സമായോജന തന്ത്രങ്ങൾ മാനസിക സംഘർഷങ്ങളിൽ നിന്നും മോഹഭംഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനോ പ്രതിരോധിക്കാനോ വേണ്ടി വ്യക്തികൾ സ്വന്തമായി സ്വീകരിക്കുന്ന തന്ത്രങ്ങളെയാണ് സമായോജന തന്ത്രങ്ങൾ അഥവാ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന പേരിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഡിഫൻസ് മെക്കാനിസം എന്താണ് എന്ന് ചോദിച്ചാൽ, മാനസിക സംഘർഷങ്ങളിൽ നിന്നും മോഹഭംഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനോ പ്രതിരോധിക്കാനോ വേണ്ടി വ്യക്തികൾ സ്വന്തമായി സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ് സമായോജന തന്ത്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട സമായോജന തന്ത്രങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? ഒന്നാമത്തേത് നിഷേധമാണ്. നിഷേധം വെച്ച് ഡെനിയലാണ്. പ്രധാനപ്പെട്ട സമായോജന തന്ത്രങ്ങളിൽ ഒന്നാമത്തേത് നിഷേധമാണ്, ഡെനിയൽ. അടുത്തത് പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷനാണ്. രണ്ടാമത്തേത് പ്രൊജക്ഷനാണ്. മൂന്നാമത്തേത് താതാത്മീകരണം അഥവാ ഐഡൻറ്റിഫിക്കേഷനാണ്. മൂന്നാമത്തേത് താതാത്മീകരണം എന്ന് പറയുന്നു, ഐഡൻറ്റിഫിക്കേഷൻ. നാലാമത്തേത് റിപ്രഷൻ അഥവാ ദമനം എന്ന് പറയുന്നതാണ് നാലാമത്തേത്. ദമനം അഥവാ റിപ്രഷനാണ്. അഞ്ചാമത്തേത് യുക്തീകരണം അഥവാ റാഷണലൈസേഷനാണ് അഞ്ചാമത്തേത്, അല്ലേ? റാഷണലൈസേഷൻ, യുക്തീകരണം. ഉദാത്തീകരണം അഥവാ സബ്ലിമേഷനാണ് ഉദാത്തീകരണം. അനുപൂരണം, കോമ്പൻസേഷൻ. അനുപൂരണം, കോമ്പൻസേഷൻ. പശ്ചാത്ഗമനം, റിഗ്രഷൻ. ആക്രമണം, അഗ്രഷൻ. നിഷേധവൃത്തി, നെഗറ്റീവിസം. പ്രതിസ്ഥാപനം, സബ്സ്റ്റിറ്റ്യൂഷൻ. സഹാനുഭൂതി പ്രേരണം, സബ്സ്റ്റിറ്റ്യൂഷൻ. പിൻവാങ്ങൽ അഥവാ വിഡ്രോവൽ. ഒട്ടകപ്പക്ഷി മനോഭാവം, ഓസ്ട്രിച്ച് മെത്തേഡ്. പ്രതിക്രിയാവിധാനം, റിയാക്ഷൻ ഫോർമേഷൻ. ഭ്രമകൽപ്പന, ഫാൻറ്റസി. വൈകാരിക അകൽച്ച, ഇമോഷണൽ ഇൻസൾട്ടേഷൻ. അന്തർക്ഷേപണം, ഇൻ്റർജങ്ഷൻ. അഹം കേന്ദ്രിതത്വം, ഈഗോസെൻട്രിസം. ശ്രദ്ധാഗ്രഹണം, അറ്റൻഷൻ ഗെറ്റിംഗ്. ആദേശം ചെയ്യൽ, ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവയാണ് പ്രധാനപ്പെട്ട നമ്മളുടെ ഈ സമായോജന തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. നിഷേധം അഥവാ ഡെനിയൽ, പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ, താതാത്മീകരണം അഥവാ ഐഡൻറ്റിഫിക്കേഷൻ, ദമനം അഥവാ റിപ്രഷൻ, യുക്തീകരണം അഥവാ റാഷണലൈസേഷൻ, ഉദാത്തീകരണം അഥവാ സബ്ലിമേഷൻ, അനുപൂരണം അഥവാ കോമ്പൻസേഷൻ, പശ്ചാത്ഗമനം അഥവാ റിഗ്രഷൻ, ആക്രമണം അഥവാ അഗ്രഷൻ, നിഷേധവൃത്തി അഥവാ നെഗറ്റിവിസം, പ്രതിസ്ഥാപനം അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ, സഹാനുഭൂതി പ്രേരണം അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ, പിൻവാങ്ങൽ അഥവാ വിഡ്രോവൽ, ഒട്ടകപ്പക്ഷി മനോഭാവം അഥവാ ഓസ്ട്രിച്ച് മെത്തേഡ്, പ്രതിക്രിയാവിധാനം അഥവാ റിയാക്ഷൻ ഫോർമേഷൻ, ഭ്രമകൽപ്പന അഥവാ ഫാൻറ്റസി, വൈകാരിക അകൽച്ച അഥവാ ഇമോഷണൽ ഇൻസുലേഷൻ, അന്തർക്ഷേപണം അഥവാ ഇൻ്റർജങ്ഷൻ, അഹം കേന്ദ്രിതത്വം അഥവാ ഈഗോസെൻട്രിസം, ശ്രദ്ധാഗ്രഹണം അഥവാ അറ്റൻഷൻ ഗെറ്റിംഗ്, ആദേശം ചെയ്യൽ അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നിവയാണ് ഇത്. അരോചക യാഥാർത്ഥ്യത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടുന്നതിന് ചിലർ സ്വീകരിക്കുന്ന മാർഗം യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക എന്നതാണ്. അരോചക യാഥാർത്ഥ്യത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടുന്നതിന് ചിലർ സ്വീകരിക്കുന്ന മാർഗം യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക എന്നതാണ്. ഇഷ്ടമില്ലാത്തത് കണ്ടില്ലെന്ന് നടിക്കുക, വിളിച്ചാൽ കേട്ടില്ലെന്ന് നടിക്കുക തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഇഷ്ടമില്ലാത്തത് കണ്ടില്ലെന്ന് നടിക്കുകയും വിളിച്ചാൽ കേട്ടില്ലെന്ന് നടിക്കുകയും തുടങ്ങിയവയ്ക്ക് ഇതിന് ഉദാഹരണങ്ങളാണ്. സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായിട്ട് മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്നതാണ് പ്രക്ഷേപണമെന്ന് പറയുന്നത്. സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായിട്ട് മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്ന രീതിയെ നമ്മൾ പറയുന്നവരാണ് പ്രക്ഷേപണം എന്നാണ് പറയുന്നത്. പ്രക്ഷേപണം. നിരാശാബോധത്തിൽ നിന്ന് സ്വയം മോചിതനാകുന്നതിനുള്ളൊരു തന്ത്രമാണ് പ്രക്ഷേപണം എന്ന് പറയുന്നത്. അപ്പോൾ നിരാശാബോധത്തിൽ നിന്ന് സ്വയം മോചിതനാകുന്നതിനുള്ള ഒരു തന്ത്രം, അതാണ് പ്രക്ഷേപണം എന്ന് പറയുന്നത്. വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം എന്ന് പറയുന്നത്. വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം എന്ന് പറയുന്നത്. ഒരു വ്യക്തി മറ്റുള്ളവരുടെ വിജയം സ്വന്തം വിജയമായി കാണുകയും അയാളെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നതിലൂടെ ആനന്ദവും ആശ്വാസവും കണ്ടെത്തുന്നതാണ് താതാത്മീകരണം എന്ന് പറയുന്നത്. ഒരു വ്യക്തി
മറ്റുള്ളവരുടെ വിജയം സ്വന്തം വിജയമായി കാണുകയും അയാളെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നതിലൂടെ ആനന്ദവും ആശ്വാസവും കണ്ടെത്തുന്നതാണ് താദാത്മീകരണം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി മറ്റുള്ളവരുടെ വിജയം സ്വന്തം വിജയമായി കാണുകയും അയാളെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നതിലൂടെ ആനന്ദവും ആശ്വാസവും കണ്ടെത്തുന്നതാണ് താദാത്മീകരണം എന്ന് പറയുന്നത്. ഉദാഹരണം, കുട്ടികൾ അവർക്കിഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരവുമായോ സിനിമാ താരവുമായോ താദാത്മ്യം പ്രാപിക്കുകയും അവർക്കുണ്ടാകുന്ന ഓരോ വിജയവും സ്വന്തം വിജയമായി കണ്ട് സംതൃപ്തി നേടുകയും ചെയ്യുന്നു. അത് നമ്മൾ കാണുന്നതാണ് അല്ലേ. അതായത് ക്രിക്കറ്റ് താരങ്ങളുടെയൊക്കെ ആ ഒരു ആരാധന എന്ന് പറയുന്നത് ഇതാണ്. വേദനാജനകമായ വസ്തുതകളെ മനസ്സിൻ്റെ ബോധമണ്ഡലത്തിൽ നിന്നും അബോധമണ്ഡലത്തിലേക്ക് മനഃപൂർവ്വം തള്ളിവിടുന്ന പ്രക്രിയയാണ് അടിച്ചമർത്തൽ എന്ന് പറയുന്നത്. അതായത് വേദനാജനകമായ വസ്തുതകളെ മനസ്സിൻ്റെ ബോധമണ്ഡലത്തിൽ നിന്നും അബോധമണ്ഡലത്തിലേക്ക് മനഃപൂർവ്വം തള്ളിവിടുന്ന പ്രക്രിയയാണ് നമ്മൾ അടിച്ചമർത്തൽ എന്ന് പറയാറുള്ളത്. അപ്പോൾ പരാജയമുണ്ടാകുമ്പോൾ തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ച് ആശ്വാസം കണ്ടെത്തുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് യുക്തീകരണം എന്നാണ് പറയുന്നത്. അതായത് പരാജയമുണ്ടാകുമ്പോൾ തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ച് ആശ്വാസം കണ്ടെത്തുന്നതാണ് യുക്തീകരണം എന്ന് പറയുന്നത്. ഉദാഹരണം, ധനികനായ ഒരു സുഹൃത്തിൻ്റെ പണം മോഷ്ടിച്ചതിന് ശേഷം അതിനെ ന്യായീകരണമായിട്ട് അവൻ ധനികനല്ലേ, അവനിതൊരു നഷ്ടമൊന്നുമല്ല എന്ന് പറഞ്ഞ് ചെയ്ത കുറ്റം അല്ലേ, അത് തെറ്റാണെങ്കിൽ തന്നെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ ധനികനായ അത് പരാജയമുണ്ടാകുമ്പോൾ തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആശ്വാസം കണ്ടെത്തുന്ന പ്രക്രിയക്കാണ് യുക്തീകരണം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട്, ധനികനായ ഒരു സുഹൃത്തിൻ്റെ പണം മോഷ്ടിച്ചതിന് ശേഷം അതിന് ന്യായീകരണമായിട്ട് അവൻ ധനികനല്ലേ, അവന് ഇതൊരു നഷ്ടമൊന്നുമല്ല എന്ന് പറയുന്നത് ചെയ്ത കുറ്റം തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. യുക്തീകരണം രണ്ട് തരത്തിൽ ഉണ്ട് എന്ന് പൊതുവേ പറയാം. യുക്തീകരണം പൊതുവേ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി എന്നാണ് പറയുന്നത്, അല്ലെ, പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി. രണ്ടാമത്തത് മധുരിക്കുന്ന നാരങ്ങാ ശൈലി എന്നും പറയും. അപ്പോൾ പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലിയും മധുരിക്കുന്ന നാരങ്ങാ ശൈലിയും ഉണ്ട്. സ്വാഗതാർഹമല്ലാത്ത പ്രവൃത്തികളെയോ വികാരങ്ങളെയോ സമൂഹം അംഗീകരിക്കുന്ന വസ്തുതകളുമായി കോർത്തിണക്കി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്ന തന്ത്രമാണ് ഉദാത്തീകരണം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഗതാർഹമല്ലാത്ത പ്രവൃത്തികളെയോ വികാരങ്ങളെയോ സമൂഹം അംഗീകരിക്കുന്ന വസ്തുതകളുമായി കോർത്തിണക്കി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്ന തന്ത്രത്തിനെയാണ് നമ്മൾ ഉദാത്തീകരണം എന്ന് പറയുന്നത്. ഒരു രംഗത്തിൽ പരാജയപ്പെട്ടാൽ മറ്റൊരു രംഗത്തിലെ വിജയത്തിലൂടെ അത് മറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് അനുപൂരണം എന്ന് പറയുന്നത്. അപ്പോൾ അനുപൂരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രംഗത്തിൽ പരാജയപ്പെട്ടാൽ മറ്റൊരു രംഗത്തിലെ വിജയത്തിലൂടെ അത് മറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് അനുപൂരണം. പഠനകാര്യങ്ങളിൽ മികവ് പുലർത്താൻ കഴിയാത്ത ഒരു കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ മികവിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പഠനകാര്യങ്ങളിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ മികവിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് അറിവുള്ള കാര്യമാണ്. ഒരു വ്യക്തിക്ക് മുൻപ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അത് നേടിയെടുക്കാനായിട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നതാണ് പശ്ചാത്ഗമനം അഥവാ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് മുൻപ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അത് നേടിയെടുക്കാനായിട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ പശ്ചാത്ഗമനം അഥവാ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് മുൻപ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അത് നേടിയെടുക്കാനായിട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ പശ്ചാത്ഗമനം അഥവാ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് മുൻപ് ലഭിച്ച സ്നേഹം ലഭിക്കാതെ വരുന്നു. അപ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി എന്ത് ചെയ്യുന്നു? അത് കുഞ്ഞായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തനിക്ക് എന്തെങ്കിലും ദോഷം ചെയ്തവരോട് തിരിച്ച് പ്രതികരിക്കുന്നതാണ് ആക്രമണം എന്ന് പറയുന്നത്. ആക്രമണം മോഹഭംഗത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. തനിക്ക് എന്തെങ്കിലും ദോഷം ചെയ്തവരോട് തിരിച്ച് പ്രതികരിക്കുന്നതാണ് ആക്രമണം. മോഹഭംഗത്തിൽ നിന്നുമാണ് ഇത് ഉടലെടുക്കുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും അപ്പാടെ നിഷേധിക്കുന്ന ഒരു പ്രവണതയുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും അപ്പാടെ നിഷേധിക്കുന്ന പ്രവണതയാണ് നിഷേധവൃത്തി എന്നാണ് പറയുന്നത്. നിഷേധവൃത്തി, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും അപ്പാടെ നിഷേധിക്കുന്ന പ്രവണതയാണ് നിഷേധവൃത്തി. നിരാശ ഉണ്ടാകുമ്പോൾ അതിനുള്ള പ്രതികരണം എന്നോണം ചിലർ നിഷേധവൃത്തി മനോഭാവക്കാരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം നിരാശ ഉണ്ടാകുമ്പോൾ അതിനുള്ള പ്രതികരണം എന്നോണം ചിലർ നിഷേധവൃത്തി മനോഭാവക്കാരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയും നേരിടാൻ ഇക്കൂട്ടർ വിസമ്മതിക്കുന്നു. അതിനാൽ അവർ കലഹപ്രിയരും മുരണ്ട സ്വഭാവമുള്ളവരായിട്ടാണ് തീരുന്നത്. ഏതെങ്കിലും ഒരു പ്രവൃത്തി ലക്ഷ്യബോധത്തോടെ ചെയ്യുമ്പോൾ തടസ്സങ്ങളുണ്ടാകാം. ഇത് മാനസിക സംഘർഷത്തിന് വഴിതെളിക്കുകയാണ് ചെയ്യുന്നത്. നാം ഏതെങ്കിലും ഒരു പ്രവൃത്തി ലക്ഷ്യബോധത്തോടെ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് മാനസിക സംഘർഷത്തിന് വഴിതെളിക്കുന്നവയാണ്. ഈ സംഘർഷം ലഘൂകരിക്കാനോ ഇല്ലാതാക്കാനോ മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് തൃപ്തി നേടുന്നു. ഇങ്ങനെ ലക്ഷ്യം സാധിക്കാതെ വരുമ്പോൾ തൽസ്ഥാനത്ത് വേറൊന്ന് പ്രതിസ്ഥാപിച്ച് തൃപ്തി നേടുന്നതാണ് പ്രതിസ്ഥാപനം എന്ന് പറയുന്നത്. പ്രതിസ്ഥാപനം. ഉദാഹരണം, ഡോക്ടറാകാനായിട്ട് ആഗ്രഹിച്ചൊരു കുട്ടി അത് സാധിക്കാതെ വരുമ്പോൾ എന്താണ്? നേഴ്സായിട്ട് തീർന്ന് സ്വയം തൃപ്തി നേടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മറ്റുള്ളവരുടെ സഹാനുഭൂതി നേടി പ്രശ്നങ്ങളും വിഷമതകളും പരിഹരിക്കാൻ
ശ്രമിക്കുന്നതിനെ സഹാനുഭൂതി പ്രേരണം എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ സഹാനുഭൂതി നേടിക്കൊണ്ട് പ്രശ്നങ്ങളും വിഷമതകളും പരിഹരിക്കുന്നതിന് ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ അതിനെയാണ് സഹാനുഭൂതി പ്രേരണം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പരീക്ഷയിൽ പരാജിതനായൊരു കുട്ടി തൻ്റെ കഠിന യത്നം, അധ്യാപകൻ്റെ പക്ഷപാതപരമായ പെരുമാറ്റം, സഹപാഠികളുടെ അനീതി എന്നിവ വിശദീകരിച്ച് അന്യരുടെ അനുകമ്പ നേടാൻ ശ്രമിക്കുന്നു. ഇതാണ് അതിൻ്റെ ഉദാഹരണമായിട്ട് പറയാൻ പറ്റുക. പ്രശ്നങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സ്വഭാവമാണ് പിൻവാങ്ങൽ എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ ഭീരുത്വമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രശ്നങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്ന സ്വഭാവമാണ് പിൻവാങ്ങൽ. ഇതൊരു ഭീരുത്വമാണ് എന്ന് പറയാം. യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ശക്തിയില്ലാത്തവർ രംഗങ്ങളിൽ നിന്ന് ഓടി മറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ശക്തിയില്ലാത്തവർ രംഗങ്ങളിൽ നിന്ന് ഓടി മറയുകയാണ് ചെയ്യുന്നത്. വിഷമകരമായ വിഷയങ്ങൾ പഠിക്കുന്ന അവസരത്തിൽ അതിനോടുള്ള വെറുപ്പ് കാരണം കുട്ടികൾ ഒഴിഞ്ഞു മാറാറുണ്ട്, അല്ലേ? വിഷമകരമായ വിഷയങ്ങൾ പഠിക്കുന്ന അവസരത്തിൽ അതിനോടുള്ള വെറുപ്പ് കാരണം കുട്ടികൾ ഒഴിഞ്ഞു മാറാറുണ്ട്. ശാരീരികമായ കുഴപ്പങ്ങൾ പറഞ്ഞ് പല പ്രവർത്തനങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു മാറുന്നത് സ്വാഭാവികമാണ്. ഒട്ടകപ്പക്ഷിക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ അതിങ്ങനെ തല മണലിൽ പൂഴ്ത്തി വയ്ക്കുന്നൊരു രീതിയുണ്ട്. അതായത് ശാരീരികമായ കുഴപ്പങ്ങൾ പറഞ്ഞ്, അല്ലേ, പല കുട്ടികളും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നിങ്ങനെ ഒഴിഞ്ഞു മാറാറുണ്ട്. അപ്പോൾ ഒട്ടകപ്പക്ഷിക്കൊരു പ്രത്യേക സ്വഭാവം വെച്ചാൽ കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? തല മണലിൽ ഇങ്ങനെ പൂഴ്ത്തി വയ്ക്കുന്നു. ഒട്ടകപ്പക്ഷിക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ അത് തല മണലിൽ പൂഴ്ത്തി വയ്ക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലെ? വിഷമ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അറിഞ്ഞില്ലെന്ന് നടിക്കാനുള്ള ഒരു പ്രവണത, അതാണ് ഈ ഒട്ടകപ്പക്ഷി മനോഭാവം എന്ന് പറയുന്നത്. അതായത് നമുക്ക് വിഷമപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞില്ല കണ്ടില്ല എന്ന് കേട്ട് ഒഴിവാക്കുന്നൊരു മനോഭാവത്തിനെയാണ് നമ്മൾ ഒട്ടകപ്പക്ഷി മനോഭാവം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണം, അധ്യാപകൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരമറിയാത്ത കുട്ടികൾ എന്താണ്? മറ്റെന്തോ ശ്രദ്ധിക്കുന്ന ഭാവത്തിലിരിക്കും, അല്ലേ? അധ്യാപകൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരമറിയാത്ത കുട്ടികൾ മറ്റെന്തോ ശ്രദ്ധിക്കുന്ന ഭാവത്തിൽ വെറുതെ അങ്ങനെ ഇരുന്ന് കളയും. ഒരാൾക്ക് ഇഷ്ടക്കുറവുള്ള വ്യക്തികളുണ്ടാകും. ഇത്തരം വ്യക്തികളോടും വസ്തുക്കളോടും ബാഹ്യമായ ഇഷ്ടം കാണിക്കുന്ന ഒരു സ്വഭാവമാണ് പ്രതിക്രിയാവിധാനം എന്നാണ് പറയുന്നത്. ഒരാൾക്ക് ഇഷ്ടക്കുറവുള്ള വ്യക്തികളുണ്ടാകുമ്പോൾ ഇത്തരം വ്യക്തികളോടും വസ്തുക്കളോടും ബാഹ്യമായ ഇഷ്ടം കാണിക്കുന്ന സ്വഭാവത്തിനെയാണ് പ്രതിക്രിയാവിധാനം എന്ന് പറയുന്നത്. ഇഷ്ടമില്ലാത്ത ഒരാളിനോട് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്, അല്ലേ? ഇഷ്ടമില്ലാത്ത ഒരാളിനോട് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചേക്കാവുന്ന ഒന്നുണ്ട്. അതായത് ഒരാളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു എന്ന് വരികയില്ല, അല്ലേ? പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളെക്കുറിച്ച് ദിവാസ്വപ്നം കാണുക എന്നത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? അതേപോലെ വിചിത്രമായ കൽപ്പനകളിലൂടെ ആഗ്രഹപൂർത്തി വരുത്തിയതായിട്ട് നമ്മൾ സങ്കല്പിക്കുകയും ചെയ്യാറുണ്ട്. ഇത്തരം ഭ്രമകൽപ്പനകൾ അനാരോഗ്യകരമാണ്. കാരണം യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ ഒളിച്ചോട്ടം ഇച്ഛാരംഗത്തിനും നിഷ്ക്രിയത്വത്തിനും വഴിതെളിക്കുന്നു എന്നുമാണ് പറയുന്നത്. പ്രവൃത്തിയിൽ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ നിരാശയും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാവും. ഇത്തരം അവസ്ഥയിൽ ചില വ്യക്തികൾ സ്വീകരിക്കുന്ന പ്രതിരോധ മുറയാണ് വൈകാരിക അകൽച്ച എന്ന് പറയുന്നത്. നിരാശയോ വേദനയോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള പ്രവണതയാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ പ്രവൃത്തിയിൽ പരാജയം സംഭവിച്ചാൽ നിരാശയും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാകും. ഇത്തരം അവസ്ഥയിൽ ചില വ്യക്തികൾ സ്വീകരിക്കുന്ന പ്രതിരോധ മുറയാണ് വൈകാരിക അകൽച്ച എന്ന് പറയുന്നത്. അപ്പോൾ നിരാശയോ വേദനയോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ളൊരു പ്രവണതയാണ് ഇത് എന്ന് പറയുന്നത്. അന്യരിൽ നിന്ന് അറിയാതെ ആശയങ്ങളും മനോഭാവങ്ങളും സ്വീകരിച്ച് സ്വന്തം ജീവിതചര്യയുടെ ഭാഗമാക്കുന്ന രീതിക്കാണ് നമ്മൾ അന്തർക്ഷേപണം എന്ന് പറയുന്നത്. അന്യരിൽ നിന്ന് അറിയാതെ ആശയങ്ങളും മനോഭാവങ്ങളും സ്വീകരിച്ച് സ്വന്തം ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതാണ് അന്തർക്ഷേപണം എന്ന് പറയുന്നത്. മാതാപിതാക്കളിൽ നിന്നും മറ്റ് മുതിർന്നവരിൽ നിന്നും കുട്ടികൾ പല പെരുമാറ്റ രീതികളും ഉൾക്കൊള്ളാറുണ്ട്. വ്യക്തി അറിയാതെ തന്നെ ഈ പ്രവർത്തനം നടന്നു വരുന്നുമുണ്ട്. ഇപ്പോൾ മാതാപിതാക്കളിൽ നിന്നും മറ്റ് മുതിർന്നവരിൽ നിന്നും കുട്ടികൾ പല പെരുമാറ്റ രീതികളും ഉൾക്കൊള്ളാറുണ്ട്. വ്യക്തി അറിയാതെ തന്നെ ഈ പ്രവർത്തനം നടക്കുന്നുമുണ്ട്. പ്രത്യേകമായ പരിഗണനയും കൂടെ പ്രശംസയിൽ ലഭിച്ചു വരുന്ന കുട്ടികൾ അഹം കേന്ദ്രീകൃതരായി മാറിയെന്ന് വരാം, അല്ലെ? പ്രത്യേകമായ പരിഗണനയും കൂടെ പ്രശംസയിൽ ലഭിച്ചു വരുന്ന കുട്ടികൾ അഹം കേന്ദ്രീകൃതരായി മാറിയെന്ന് വരാം. തങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ അതിനുവേണ്ടി വേറെ മാർഗ്ഗങ്ങൾ അവർ കൈക്കൊണ്ടെന്നും വരാം. ഇതാണ് അഹം കേന്ദ്രീകൃതത്വം എന്ന് പറയുന്നത്. അപ്പോൾ തങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ അതിനുവേണ്ടി വേറെ മാർഗ്ഗങ്ങൾ അവർ കൈക്കൊണ്ടെന്ന് വരാം. ഇതാണ് അഹം കേന്ദ്രിതത്വം എന്ന് പറയുന്നത്. കുട്ടികളുടെ ദുശ്ശാഠ്യം എന്ന് പറയുന്നത് ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്, അല്ലേ? കുട്ടികളുടെ ദുശ്ശാഠ്യം. അഹം കേന്ദ്രീകൃതത്വ സ്വഭാവം അതിശക്തമായാൽ സാമൂഹിക ജീവിതത്തിൽ പ്രതിസന്ധികളും ആശാഭംഗങ്ങളും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അഹം കേന്ദ്രീയതത്വ സ്വഭാവം അതിശക്തമായാൽ സാമൂഹിക ജീവിതത്തിൽ പ്രതിസന്ധികളും ആശാഭംഗങ്ങളും ഒക്കെ ഉണ്ടാകും, അല്ലെ? കുട്ടികളെ അവർ ആഗ്രഹിക്കുന്ന വിധം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ലെന്ന് ബോധ്യമായാൽ ശ്രദ്ധാഗ്രഹണ ഉപാധികൾ അവർ സ്വീകരിക്കുക തന്നെ ചെയ്യും, അല്ലെ? കുട്ടികളെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന വിധം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ലെന്ന് ബോധ്യമായാൽ ശ്രദ്ധാഗ്രഹണ ഉപാധികൾ അവർ സ്വീകരിക്കും.
ശിശുവിൻ്റെ പ്രധാന ഉപാധി എന്താണ്? കരച്ചിലാണ്. അപ്പോൾ ശിശുവിൻ്റെ പ്രധാന ഉപാധി എന്ന് പറയുന്നത് കരച്ചിലാണ് ശിശുവിൻ്റെ പ്രധാന ഉപാധി എന്ന് പറയുന്നത്. കുറച്ചുകൂടി പ്രായം ചെന്നാൽ ചോദ്യം ചോദിക്കും, പിണങ്ങും, വല്ലതുമൊക്കെ വിളിച്ചു പറയും, നിഷേധ പ്രകടനവും ഉണ്ടായെന്ന് വരാം അല്ലെ. കുറച്ചുകൂടി പ്രായം ചെന്ന് കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കും, പിണങ്ങും, വല്ലതും വിളിച്ചു പറയും, നിഷേധ പ്രകടനവും ഒക്കെ ഉണ്ടായെന്ന് വരും. അരക്ഷിതബോധം അല്ലെ. അരക്ഷിതബോധം എന്ന് പറയുന്നത് ശ്രദ്ധാഗ്രഹണത്തിന് വേണ്ടിയുള്ള ചില ഉപായങ്ങൾ സ്വീകരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കാറുണ്ട്. അരക്ഷിതബോധം ശ്രദ്ധാഗ്രഹണത്തിന് വേണ്ടിയുള്ള ചില ഉപായങ്ങൾ സ്വീകരിക്കാനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കും. ക്ലാസ്സിൽ ചില കുട്ടികൾ കാണിക്കുന്ന കുസൃതികളും നിഷേധാത്മക സ്വഭാവവും സമീപനവും ഇതിന് ഉദാഹരണങ്ങളാണ്. അരക്ഷിതബോധം ശ്രദ്ധാഗ്രഹണത്തിന് വേണ്ടിയുള്ള ചില ഉപായങ്ങൾ സ്വീകരിക്കുവാനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കുമെങ്കിലും ക്ലാസ്സിൽ ചില കുട്ടികൾ കാണിക്കുന്ന കുസൃതികളും നിഷേധാത്മക സ്വഭാവവും സമീപനവുമെല്ലാം ഇതിനുദാഹരണമായിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. പ്രേരകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മറച്ചുവെച്ച് പ്രതിപ്രവർത്തിക്കുന്ന സ്വഭാവമുണ്ട്. ഇതിനെയാണ് നമ്മൾ ആദേശം ചെയ്യൽ എന്ന് പറയുന്നത്. പ്രേരകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മറച്ചുവെച്ച് പ്രതിപ്രവർത്തിക്കുന്ന സ്വഭാവമാണ് ആദേശം ചെയ്യൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉദാഹരണം, മക്കളോടുള്ള ദേഷ്യം അധ്യാപകർ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ വിദ്യാർത്ഥികളിൽ തീർക്കാറുണ്ട് അല്ലേ. മക്കളോടുള്ള ദേഷ്യം അധ്യാപകർ ചിലപ്പോൾ തങ്ങളുടെ വിദ്യാർത്ഥികളിൽ തീർക്കാറുണ്ട്. ഇനി നമുക്ക് അപസമായോജനം എന്ന് പറയാം അല്ലേ. അപസമായോജനം എന്താണ്? ഒരു വ്യക്തി പരിസ്ഥിതിയുമായോ ജീവിത സാഹചര്യവുമായോ ഇണങ്ങിച്ചേരാത്തതാണ് അപസമായോജനം എന്ന് പറയുന്നത്. അപസമായോജനം. ഒരു വ്യക്തി പരിസ്ഥിതിയുമായോ ജീവിത സാഹചര്യങ്ങളുമായോ ഇണങ്ങിച്ചേരാത്തതാണ് അപസമായോജനം അഥവാ മാൾ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന പേരിൽ പറയുന്നത്. മാൾ അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരു വ്യക്തി പരിസ്ഥിതിയുമായോ ജീവിത സാഹചര്യങ്ങളുമായോ ഇണങ്ങിച്ചേരാത്തതാണ് അപസമായോജനം അഥവാ മാൾ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന പേരിൽ അറിയുന്നത്. ഒരു വ്യക്തി സ്വന്തം പ്രശ്നങ്ങൾക്ക് തെറ്റായ രീതിയിൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് അപസമായോജനം എന്ന് പറയുന്നത്. ഒരു വ്യക്തി സ്വന്തം പ്രശ്നങ്ങൾക്ക് തെറ്റായ രീതിയിൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ അപസമായോജനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അപസമായോജനം എന്ന് വെച്ചാൽ ഒരു വ്യക്തി സ്വന്തം പ്രശ്നങ്ങൾക്ക് തെറ്റായ രീതിയിൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് അപസമായോജനം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിൽ അപസമായോജനത്തിന് ഇടയാക്കുന്ന സാഹചര്യങ്ങളെന്ന് പറയുന്നതാണ് മോഹഭംഗം അഥവാ ഫ്രസ്ട്രേഷൻ. പ്രതീക്ഷിച്ച നേട്ടമുണ്ടാവാത്ത അവസ്ഥയാണ് കേട്ടോ മോഹഭംഗം. പ്രതീക്ഷിച്ച നേട്ടമുണ്ടാവാത്ത അവസ്ഥയാണ് മോഹഭംഗം. മാനസിക സംഘർഷം അഥവാ കോൺഫ്ലിക്റ്റ് എന്ന് പറയില്ല. മാനസിക സംഘർഷം കോൺഫ്ലിക്റ്റാണ്. ദുരനുഭവം, വലിയ മനപ്രയാസമുണ്ടാക്കിയ അനുഭവങ്ങളെയാണ് നമ്മൾ ദുരനുഭവങ്ങൾ എന്ന് പറയുന്നത്. ശാരീരിക ക്ഷമതയിലുള്ള കുറവ് അല്ലെ. നാഡീവ്യൂഹത്തിൻ്റെയും പേശികളുടെയും ശക്തിയില്ലായ്മയാണ് ശാരീരിക ക്ഷമതയിലുള്ള കുറവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. താഴ്ന്ന അഹംബോധം, താൻ കഴിവില്ലാത്തവനാണെന്നുള്ള തോന്നലാണ് താഴ്ന്ന അഹംബോധം എന്നതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥയും ഇവിടെ ഉണ്ടാകുന്നു. വ്യക്തിയുടെ ലക്ഷ്യോന്മുഖമായ പ്രവൃത്തിക്ക് തടസ്സമുണ്ടാക്കുന്ന പാരിസ്ഥിതിക തടസ്സങ്ങൾ, സാമൂഹിക നിയന്ത്രണങ്ങൾ, വ്യക്തിപരമായ പോരായ്മകൾ തുടങ്ങിയവ മോഹഭംഗത്തിന് കാരണമാകാറുണ്ട്. വ്യക്തിയുടെ ലക്ഷ്യോന്മുഖമായ പ്രവൃത്തിക്ക് തടസ്സമുണ്ടാകുന്ന പാരിസ്ഥിതിക തടസ്സങ്ങൾ, സാമൂഹിക നിയന്ത്രണങ്ങൾ, വ്യക്തിപരമായ പോരായ്മകൾ തുടങ്ങിയവ മോഹഭംഗത്തിന് കാരണമാകാറുണ്ട്. ഒരു വ്യക്തിയിൽ വ്യത്യസ്ത രീതിയിലുള്ള രണ്ടാഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പിരിമുറുക്കമാണ് മാനസിക സംഘർഷം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിൽ രണ്ട് രീതിയിലുള്ള രണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പിരിമുറുക്കം, ആ പിരിമുറുക്കമാണ് എന്തെന്ന് പറയുന്നത് മാനസിക സംഘർഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് മാനസിക സംഘർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ വ്യത്യസ്ത രീതിയിലുള്ള രണ്ടാഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പിരിമുറുക്കമാണ് മാനസിക സംഘർഷം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിൽ വ്യത്യസ്ത രീതിയിലുള്ള രണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പിരിമുറുക്കമാണ് മാനസിക സംഘർഷം എന്ന് പറയുന്നത്. മാനസിക സംഘർഷം 3 തരത്തിലുണ്ട് അല്ലെ. മാനസിക സംഘർഷം 3 തരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് സമീപന സംഘർഷം എന്ന് പറയും. സമീപന സംഘർഷം അഥവാ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുന്നത്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. അപ്പോൾ മാനസിക സംഘർഷം 3 തരത്തിലുണ്ട്. ഒന്ന് സമീപന സംഘർഷം, അതായത് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്നാണ് നമ്മൾ അതിനെപ്പറ്റി പറയുന്നത്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. പിന്നുള്ളത് സമീപന വർജന സംഘർഷം എന്ന് പറയുന്നതാണ്. സമീപന വർജന സംഘർഷം അഥവാ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് അഥവാ സമീപന വർജന സംഘർഷം എന്ന് പറയും. സമീപന വർജന സംഘർഷം അഥവാ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മൂന്നാമത്തേത് വർജന സംഘർഷം എന്നാണ് അറിയപ്പെടുന്നത്. വർജന സംഘർഷം അഥവാ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും അല്ലെ. വർജന സംഘർഷം അഥവാ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരേപോലെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അഭിലഷണീയമായ രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഒന്ന് മാത്രം തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ് സമീപന സംഘർഷം എന്ന് പറയുന്നത്. ഒരേപോലെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അഭിലഷണീയമായ രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഒന്ന് മാത്രം തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ് സമീപന സംഘർഷം എന്ന് പറയുന്നത്.
ഉദാഹരണം, ബാങ്കിലെ ജോലി സ്വീകരിക്കണമോ അധ്യാപക ജോലി സ്വീകരിക്കണമോ എന്ന അവസ്ഥ. ഒരു കാര്യം സ്വീകരിക്കുകയും ചെയ്യണം, എന്നാൽ അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അഭിലഷണീയമായ കാര്യത്തെ ഒഴിവാക്കുകയും വേണം. ഇത്തരത്തിലുള്ള മാനസിക സംഘർഷമാണ് സമീപന വർജന സംഘർഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് ബാങ്കിലെ ജോലി സ്വീകരിക്കണമോ അധ്യാപക ജോലി സ്വീകരിക്കണമോ എന്ന രീതിയിൽ ഒരു കൺഫ്യൂഷൻ വരുന്നു. ഈ അവസ്ഥ ഒരു കാര്യം സ്വീകരിക്കുകയും ചെയ്യണം, എന്നാൽ അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അഭിലഷണീയമായ കാര്യത്തെ ഒഴിവാക്കുകയും വേണം. ഇത്തരത്തിലുള്ള മാനസിക സംഘർഷമാണ് സമീപന വർജന സംഘർഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉദാഹരണമായിട്ട് ഐസ്ക്രീം വളരെ ഇഷ്ടമായതും എന്നാൽ അസുഖമുണ്ടാകുമെന്നതിനാൽ ഐസ്ക്രീം കഴിക്കരുതെന്ന് അമ്മ നിർദ്ദേശിക്കുന്നതുമായ ഒരു കുട്ടിയുടെ കാര്യം നമുക്ക് എടുക്കാം. ഇവിടെ കുട്ടി ഐസ്ക്രീം കഴിക്കാനും ഒപ്പം അമ്മയുടെ ശകാരം ഒഴിവാക്കാനും ആഗ്രഹിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് നോക്കാം. അനഭിലഷണീയമായ നിഷേധാത്മകമായ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോഴുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ് വർജന, അതായത് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം, ട്യൂഷന് പോകാൻ മടിയുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ട്യൂഷന് പോകാതിരുന്നാൽ അച്ഛൻ ശിക്ഷിക്കും. ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ട്യൂഷന് പോകുന്നതും അച്ഛൻ ശിക്ഷിക്കുന്നതും അനഭിലഷണീയമായ കാര്യങ്ങളാണ്. ഇതിലേത് തിരഞ്ഞെടുക്കണമെന്നുള്ള മാനസിക സംഘർഷം കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട്. ഇതാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതായത് ട്യൂഷന് പോകാൻ മടിയുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ട്യൂഷന് പോകാതിരുന്നാൽ അച്ഛൻ ശിക്ഷിക്കും. അതുകൊണ്ട് ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ട്യൂഷന് പോകുന്നതും അച്ഛൻ ശിക്ഷിക്കുന്നതും അനഭിലഷണീയമായ കാര്യങ്ങളാണ്. ഇതിലേത് തിരഞ്ഞെടുക്കണമെന്നുള്ള മാനസിക സംഘർഷം കുട്ടിക്കുണ്ടാകുന്നു. ഇതാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് LP UP സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽപ്പെട്ട എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന മേഖലയിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്